അടുത്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സൂര്യരശ്മി വേനൽക്കാലത്ത് അമിതമായിട്ട് ശരീരത്തിൽ പതിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റിയാണ് സംസാരിച്ചത്. ഇന്ന് നമുക്ക് വേനൽ സമയത്ത് ബാക്ടീരിയ കൊണ്ടും വൈറസ് കൊണ്ടും ഉണ്ടാകുന്ന അസുഖങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. വേനൽക്കാലത്ത് കഠിനമായ ചൂടും രൂക്ഷമായ ജലക്ഷാമവും സാധാരണമായിട്ട് നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. നമ്മുടെ കാലാവസ്ഥ ഹ്യൂമിഡിറ്റിയുള്ള ചൂടുള്ള കാലാവസ്ഥയിൽ ബാക്ടീരിയകളും വൈറസുകളും പെട്ടെന്ന് തന്നെ വളരുകയും വർധനവുണ്ടാകുകയും ചെയ്യും. ആ ഒരു അവസ്ഥയിൽ നമുക്ക് വെള്ളം കൂടി ഇല്ലാതായാലോ? നമ്മുടെ വേനൽക്കാലത്ത് കിണറുകളും കുളങ്ങളും എല്ലാം വറ്റാറുണ്ട്. അതുപോലെ തന്നെ ജല സംഭരണികളിലെ വെള്ളത്തിൻ്റെ നില താഴാറുമുണ്ട്. അങ്ങനെ നീര് ഒഴുക്കില്ലാത്ത വെള്ളങ്ങളിൽ ബാക്ടീരിയയും വൈറസും പെട്ടെന്ന് തന്നെ വളർന്ന് വർധനവുണ്ടായി വെള്ളത്തിനെ മലിനമാക്കാറുണ്ട്. ശുദ്ധജലത്തിൻ്റെ ക്ഷാമത്തിൽ ഈ മലിനജലവും അറിയാതെയോ അറിഞ്ഞോ നമ്മൾ പലരും ഉപയോഗിക്കാറുമുണ്ട്. അങ്ങനെ മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ വരാനുള്ള സാധ്യത ഒരുപാടാണ്. ഏതൊക്കെയാണ് മലിനജലത്തിൽ കൂടെ പടരുന്ന രോഗങ്ങൾ? ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ്, വയറിളക്ക രോഗങ്ങൾ അഥവാ ഡയറിയ ആൻഡ് ഡിസെൻട്രി, ഇതൊക്കെയാണ് കാണുന്നത്. ഈ രോഗങ്ങളെല്ലാം വരാതിരിക്കാൻ നമ്മൾ എന്ത് മുൻകരുതലെടുക്കണം? വളരെ ഈസിയാണ്. മലിനമായ ജലം ഉപയോഗിക്കാതിരുന്നാൽ മതി. അങ്ങനെ ജലക്ഷാമം ഉള്ളപ്പോൾ എങ്ങനെയാണ് നമ്മൾ മലിനമായ ജലം ഉപയോഗിക്കാതിരിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ജലം ഒരു മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. രണ്ടാമത്, ആഹാരം പാചകം ചെയ്യുന്നതിന് മുമ്പും കഴിക്കുന്നതിന് മുമ്പും ടോയ്ലറ്റിൽ നിന്ന് വരുന്ന സമയത്തും സോപ്പ് ഉപയോഗിച്ച് കൈ രണ്ടും നന്നായിട്ട് വാഷ് ചെയ്യുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് ബാക്ടീരിയയും വൈറസ് പോലെ തന്നെ ആൽഗകളും നമ്മളുടെ വാട്ടർ ടാങ്കുകളിലും വെള്ളം കൊണ്ടുവരുന്ന ടാങ്കുകളിലും ഒക്കെ ആൽഗകൾ ഉണ്ടാവും. അവ ഈ ഹ്യൂമിഡായിട്ടുള്ള ചൂടുള്ള അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ വളർച്ച ഉണ്ടാകുകയും അതിൽ നിന്ന് ടോക്സിൻസ്, വിഷാംശം വെള്ളത്തിലേക്ക് കലരുകയും ചെയ്യും. അതുകൊണ്ട് ടാങ്കുകൾ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്കുകൾ വേനൽക്കാലം ആകുമ്പോൾ വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക. നാലാമത്തെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വേനൽക്കാലത്ത് കഴിവതും ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കുക. ഞാൻ പറഞ്ഞല്ലോ, വേനൽക്കാലത്ത് ബാക്ടീരിയകൾ പെട്ടെന്ന് വളരും, പ്രത്യുൽപാദനം നടക്കും, പെട്ടെന്ന് വർധനവുണ്ടാകുന്നു. അതുപോലെ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാലും ശരി തന്നെ ആ ഭക്ഷണം ഏറെ നേരം പുറത്ത് വയ്ക്കരുത്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാൽമോണല്ല പോലുള്ള ബാക്ടീരിയകൾ പെട്ടെന്ന് വളർന്ന് നമ്മുടെ ഭക്ഷണം കേടാകുകയും ഫുഡ് പോയ്സണിങ്ങിന് ഇടവരുത്തുകയും ചെയ്യും. തണുപ്പിച്ച വെള്ളം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഇപ്പോൾ സമയമില്ലാത്ത സമയത്ത്, എന്നുവെച്ചാൽ എല്ലാവരും വർക്കിംഗ് ആണ്, സമയം എല്ലാവർക്കും കുറവാണ്. ആ സമയത്ത് വെള്ളം തിളയ്ക്കാനും അത് തിളച്ച് കഴിഞ്ഞ് തണുക്കാനും ഒക്കെ നോക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ടാരിസം പണിയാണ്. അതിന് പകരം നമുക്ക് റിവേഴ്സ് ഓസ്മോസിസ് നടക്കുന്ന, അൾട്രാ വയലറ്റ് സ്റ്റെറിലൈസേഷൻ നടക്കുന്ന വാട്ടർ ഫിൽറ്ററുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ധാരാളം അവൈലബിൾ ആണ്. അപ്പോൾ അവ ഒന്ന് ഉപയോഗിച്ചാൽ നമുക്ക് UV അൾട്രാ വയലറ്റ് സ്റ്റെറിലൈസേഷൻ ഉള്ളതുകൊണ്ട് ബാക്ടീരിയകളും വൈറസുകളും എല്ലാം നശീകരിക്കപ്പെടും. റിവേഴ്സ് ഓസ്മോസിസ് വഴി വെള്ളത്തിലെ കെമിക്കലുകളുണ്ട്, എന്നുവെച്ചാൽ മെറ്റൽസ്, ലോഹങ്ങളുണ്ട്, ഇരുമ്പ്, ആർസനിക്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ഇതൊക്കെ നമ്മുടെ ജലസ്രോതസ്സുകളിൽ വരാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ റിവേഴ്സ് ഓസ്മോസിസ് വെച്ച് മാറ്റാൻ പറ്റും. പക്ഷേ വെള്ളം തിളപ്പിക്കുന്നതുകൊണ്ട് ഈ കെമിക്കൽസ് ഒന്നും മാറുന്നതുമില്ല. അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു റിവേഴ്സ് ഓസ്മോസിസ് പ്ലസ് അൾട്രാ വയലറ്റ് സ്റ്റെറിലൈസേഷൻ ഉള്ള വാട്ടർ ഫിൽറ്ററുകൾ വീട്ടിൽ ഉണ്ടാകുകയാണ് ഏറ്റവും
നല്ലത്. ബാക്ടീരിയൽ രോഗങ്ങളെപ്പോലെ തന്നെ പല വൈറസ് രോഗങ്ങളും ധാരാളമായിട്ട് വേനൽക്കാലത്ത് കാണുന്നുണ്ട്. ചിക്കൻ ബോക്സ്, മീസിൽസ് തുടങ്ങിയ മംസ് തുടങ്ങിയത് വേനൽക്കാലത്താണ് പെട്ടെന്ന് സ്പ്രെഡാകുന്നത്. അതിനൊരു കാരണമുണ്ട്. വൈറസുകളും ബാക്ടീരിയകളെ പോലെ പെട്ടെന്ന് തന്നെ ചൂടുള്ള ഹ്യൂമിഡായിട്ടുള്ള കാലാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ പ്രത്യുൽപാദനം നടത്തുകയും വർധനവ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതിന് പുറമെ സാധാരണ ക്ലൈമറ്റിനെക്കാളും ഈ വാം ഹ്യൂമിഡ് ക്ലൈമറ്റിൽ വൈറസുകൾക്ക് പുറത്ത് കൂടുതൽ നേരം അവർക്ക് നിലനിർത്താൻ കഴിയും. മാത്രവുമല്ല, നമ്മുടെ ഈ അവസ്ഥയിൽ സമ്മറിൽ കുട്ടികളായാലും വലിയവരായാലും മറ്റ് പുറത്തേക്ക് പോവുകയും കൂടുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വായുവിൽ കൂടെ പടരുന്ന ഈ രോഗങ്ങൾ പരസ്പര സമ്പർക്കം കൊണ്ട് അടുത്തടുത്ത് ഉത്സവങ്ങളിലായാലും മറ്റ് ബസ് യാത്രകളിലും ട്രാവലുകളിലായാലും ഒരു ചെറിയ സ്ഥലത്ത് കുറേ പേര് ഒരുമിച്ച് വരാൻ സാധ്യത ഉള്ള സമയമായതുകൊണ്ട് ചിക്കൻ ബോക്സും പോലുള്ള വൈറൽ രോഗങ്ങളും പെട്ടെന്ന് പടർന്നു പിടിക്കാറുണ്ട്. നമ്മൾ കോവിഡ് കാലത്ത് ചെയ്ത പോലെ വളരെയധികം പലതവണ ഒരു ദിവസം കൈ വാഷ് ചെയ്യുകയും പുറത്ത് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുകയും കുറച്ചൊരു അകലം പാലിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വൈറൽ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. സ്കൂൾ അടച്ച് വെക്കേഷനുള്ള സമയമാണ്. കുട്ടികളെല്ലാം കളിക്കാനും കുളിക്കാനും നീന്താനുമായിട്ട് പല കുളങ്ങളിൽ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കേട്ടു അമീബിക് മെനിഞ്ചോ എൻകെഫലൈറ്റിസിനെ പറ്റി. അത് മലിനമായ ജലത്തിൽ കുളിക്കുകയോ നീന്തുകയോ ഒക്കെ ചെയ്യുന്നത് വഴി അതിന് കോണ്ടാക്റ്റ് വഴി ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ശുദ്ധമായ അഥവാ വളരെ ഫ്രീക്വൻ്റായിട്ട് വളരെ നിശ്ചിത സമയങ്ങളിൽ ക്ലോറിനേറ്റ് ചെയ്ത സ്വിമ്മിംഗ് പൂൾസിൽ മാത്രം ഉപയോഗിക്കുക. അതല്ലാതെ നമ്മൾ പണ്ട് കുളത്തിലെല്ലാവരും ചാടി നീന്തുമായിരുന്നു. ആ ഒരു ശീലം ഒഴിവാക്കി കൃത്യമായും സമയാസമയത്ത് ക്ലോറിനേറ്റ് ചെയ്യുന്ന ജലാശയങ്ങൾ മാത്രം കളിക്കാനും ഉല്ലാസത്തിനും ഉപയോഗത്തിനും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നൊക്കെ പറഞ്ഞ പത്രങ്ങളിൽ വന്നല്ലോ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക പോംവഴി. വേനൽക്കാലത്ത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെ ഡ്രൈ ആയിട്ടുള്ള സമയമാണ്. പൊടിപടലങ്ങൾ അറ്റ്മോസ്ഫിയറിൽ കൂടുതലും കാണുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അലർജി ഉള്ളവരിൽ, ആസ്മയ്ക്ക് ടെൻഡൻസി ഉള്ളവരിൽ ഒക്കെ അതെല്ലാം ഒന്ന് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മുൻകരുതലുകൾ എടുക്കണം. പുറത്ത് അപ്പോൾ അങ്ങനെ ടെൻഡൻസി ഉള്ളവർ പുറത്ത് പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ ശുചിത്വമാണ്. ശുചിത്വത്തോടെ നമ്മൾ ജീവിക്കുകയും ജലത്തിനെയും പരമാവധി ജലം സൂക്ഷിച്ച് ഞാൻ പറഞ്ഞ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുകയും ചെയ്താൽ വളരെ ആരോഗ്യകരമായിട്ട് തന്നെ നമുക്ക് ഈ വേനൽക്കാലം കഴിച്ചുകൂട്ടാം.